ready? ഹായ്, ഞാൻ ഹാഫിസ് സജീവ് തൃക്കണ്ണൻ. ഈ കഴിഞ്ഞ മാർച്ച് 11 എൻ്റെ പേരിലൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അറിഞ്ഞാണുമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഉടനെ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് എനിക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ അല്ലായിരുന്നു ഞാൻ ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. ഞാൻ ഏപ്രിൽ 1 ഇറങ്ങുന്നത്. അപ്പോൾ മെന്റലി അത്ര ഞാൻ ഓക്കെ അല്ലാത്തൊരു വീഡിയോ ചെയ്യാൻ പോലും. എനിക്ക് അങ്ങനെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ കേസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടോ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിന്റെ വിധി വരണം, അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ കേസിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സഹകരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്താ അന്വേഷണത്തിന്റെ ഭാഗമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ സഹകരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, എനിക്ക് പറഞ്ഞ കണക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. ഞാനും ഈ പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാകുന്ന പോലെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വഴക്കുകളൊക്കെയാണ് ഇപ്പം ഇവിടെ കൊണ്ട് എത്തിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലി കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് BP ഉള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ടും വീക്കാണ്. ഞാൻ ഇമോഷണലി എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയി. വീട്ടിൽ തന്നെ ആയിരുന്നു. ഞാൻ ആരോടും സംസാരിക്കാറില്ല. ഇവൻ എൻ്റെ കൂട്ടുകാരന്മാരോട് ഞാൻ സംസാരിക്കാറില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മാർച്ച് 11 എൻ്റെ വീട്ടിൽ, നിങ്ങൾ ന്യൂസിൽ കേട്ട പോലെ വാടക വീടാണെന്ന് പറയപ്പെടുന്ന എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അപ്പോഴാണ് എന്താണ് കാര്യങ്ങളെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഈ ഒരു കേസ് ഉണ്ട്, ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ അറിയുന്നത്. അതും കൂടെ കേട്ടപ്പോൾ ഞാൻ ശരിക്കും ടൗണായി പോയി. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ കരച്ചില്ലായിരുന്നു. ന്യൂസിൽ കണ്ടാണ്, ഞാൻ കരഞ്ഞുകൊണ്ടാണ് കയറി പോകുന്നതൊക്കെ ആയിട്ട് ന്യൂസിൽ കണ്ടു കാണുമായിരിക്കും. വീട്ടിലും എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ ന്യൂസും കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനൊരു വീഡിയോ ഒരു കമൻറ്റ് സെക്ഷൻ, ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും ആണെങ്കിലും കമൻറ്റ് പോലും ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആ ഒരു ടൈമിൽ അറസ്റ്റ് ചെയ്യുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നോ ഒരു പിടുത്തമില്ലായിരുന്നു എനിക്ക്. അങ്ങനെ എന്നെ മാർച്ച് 11 റിമാൻഡ് ചെയ്യുന്നു. ഈ വൈകുന്നേരം റിമാൻഡ് ചെയ്യുന്നു. ആ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ പോയി ഒരു ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ തന്നെ ചിന്തിച്ചു നോക്കി, എൻ്റെ സിനിമ, എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ, ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളാണെങ്കിൽ പോലും ഇത്രയും വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒറ്റയടിക്കൽ ഇല്ലാണ്ടായി പോവുമോ, അങ്ങനെയൊക്കെയാണ് എൻ്റെ മൈൻഡിൽ. പക്ഷേ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അപ്പം എനിക്ക് വേണ്ടി കിടന്ന് ഓടുന്ന എൻ്റെ വീട്ടുകാർ, എൻ്റെ കൂട്ടുകാർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കണം. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർവൈവ് ചെയ്ത് എങ്ങനെയൊക്കെയോ പോയത്. ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് വേറൊരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാകുന്നത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ തളർത്തി കളഞ്ഞത്. കാരണം എൻ്റെ ഉമ്മയുടെ വാപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിയുന്നത് പത്രത്തിൽ കൂടെയാണ് അറിയുന്നത്. അപ്പം എനിക്ക് ആ ടൈമിൽ ആരോട് എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു, കരച്ചിലായിരുന്നു ഞാൻ. അത് സത്യം പറഞ്ഞാൽ കുറെ എന്നെ മെന്റലി ഒന്നും കൂടെ ഡൗൺ ആക്കിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ അതിനെ വെളിയോട്ട് ഇറങ്ങത്തില്ല. പിന്നെ ഇപ്പം നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് നോക്കിയേ വരുന്നത്. ഇനി അങ്ങോട്ടേക്ക് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം. ഞാൻ ചെയ്യും. അപ്പം അതിനുവേണ്ടി ഞാൻ എന്നെ മെന്റലി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഉടനെ തന്നെ എല്ലാം റീസ്റ്റാർട്ട് ചെയ്യും ഞാൻ. ഇതുവരെ എന്നെ ഈ പ്രശ്നം വന്നപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബിഗ് താങ്ക്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ആൾക്കാർ നിൽക്കുമെന്നും അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുമെന്നും. എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം എന്താണ് കാര്യങ്ങളെന്നൊക്കെ. പിന്നെ ഈ പരസ്പരം പ്രേമിച്ചു എന്ന തെറ്റിന്, അതിപ്പോൾ തെറ്റാണെങ്കിൽ ഞാൻ മാത്രം പീഡകനായി. സാരമില്ല, എന്തായാലും കാലം തെളിയിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇതുവരെ എനിക്ക് വേണ്ടി സംസാരിച്ചവർക്കും എന്നെ മനസ്സിലാക്കിയവർക്കും നന്ദിയുണ്ട്. ഇപ്പം ഞാൻ കാര്യം കൂടെ പറയാം. നമ്മൾ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ ബാഡ് ടൈമിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരാണ് എൻ്റെ കൂടെ നിന്നത് ആ സമയത്ത്. അവർക്കൊക്കെ നന്ദിയുണ്ട്.
ഞാൻ നന്ദിയിൽ പറഞ്ഞാൽ എനിക്ക് തീർക്കാൻ പറ്റത്തില്ല. കാരണം അവരതിന് മാത്രം വേണ്ടി ഒന്ന് കടന്നു ഓടിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കുണ്ട് അത്രയും അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട്.